എന്ന് വ്യക്തമാണ്. അവസാനിക്കുന്നില്ലല്ലോ. ജില്ലാ കമ്മിറ്റി അംഗമായ എൻ സുകന്യയുടെ പോസ്റ്റും ഓരോ അനീതിയിലും നീ കോപത്തിൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ സഖാവാണ് എന്ന് ചെഗുവേരയുടെ വാചകമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഇത് ഒരു നേതാവിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരിൽ നിൽക്കുന്നതല്ല, കണ്ണൂരിൽ പോലുമുള്ള ഈ ഒരു ഭിന്നാഭിപ്രായം അല്ലേ? ദിവിഷ്, എൻ സുകന്യ ഒരു അതായത് മഹിളാ അസോസിയേഷൻ ഈ CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, മാത്രമല്ല ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ എൻ സുകന്യയാണ് ഒരുപക്ഷെ സംസ്ഥാന സമിതിയിലേക്ക് ഇത്തവണ കണ്ണൂരിൽ നിന്നും ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ച വ്യക്തി. പക്ഷേ എൻ സുകന്യ സംസ്ഥാന സമിതിയിൽ എത്തിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ എൻ സുകന്യ പറയുന്നത് താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ടപ്പോൾ അതിനോടൊപ്പം ചെഗുവേരയുടെ ഈ വാക്കുകളും അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നതാണ് എൻ സുകന്യ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, വ്യക്തമാണ്, എൻ സുകന്യ സംസ്ഥാന സമിതിയിൽ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാണ്. അത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അവർ സംസ്ഥാന സമിതിയിലേക്ക് എത്തിയില്ല. നമുക്കറിയാം, ഈ ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ കൂടിയാണ് എൻ സുകന്യ. അപ്പോൾ ഒരു കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവാണ്, കണ്ണൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ അവർ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. ഏതായാലും അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെറിയ നീരസങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും കണ്ണൂർ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ മറ നീക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ഫെലിക്സ്.